നാളെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ അന്തിമവാദമാ. അതിനുള്ളിൽ സന്ദീപ് എന്റെ മുന്നിലെത്തണം. മാഡം ധൈര്യമായിരിക്കെ, നമ്മുടെ ആളുകൾ എവിടെ നിന്നെങ്കിലും അവനെ പൊക്കിയെടുക്കും. പക്ഷേ എനിക്കൊരു സംശയം, ഇനി അവൻ മനഃപൂർവ്വം നമ്മളെ ചതിച്ചാണോ? മാഡം, ഞാൻ ഉദ്ദേശിച്ചത് സന്ദീപ് സ്വയം മാറി നിൽക്കുന്നതാണെങ്കിലോ? അവൻ എന്നോടങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ പെരുമാറ്റത്തിൽ ഒരിടത്തും എനിക്കങ്ങനെ ഒരു സംശയം ഇതുവരെ തോന്നിയിട്ടുമില്ല. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ ഒരു സംശയം തോന്നുന്നു, അയാളൊരു ഡബിൾ ഗെയിം കളിച്ചാണോ എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ അവന്റെ വീട്ടുകാരെ വെറുത്തു. സ്വന്തം ഭാര്യയ്ക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു. ആ കേസ് കോടതിയിലാ. നമുക്ക് വേണ്ടി ആ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി, സച്ചിയുമായിട്ട് തല്ലുണ്ടാക്കി. അവന്റെ ആത്മാർത്ഥതയെ ഇനി ഞാൻ സംശയിക്കണോ? അതല്ല അവന്റെയും അവന്റെ വീട്ടുകാരുടെയും പ്ലാൻ ആയിരുന്നെങ്കിലോ? മാഡത്തിന്റെ കമ്പനിയിൽ നുഴഞ്ഞു കയറി അത് തകർക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശമെങ്കിലോ? മാഡത്തിന്റെ വിശ്വാസ്യത പിടിച്ചു വാങ്ങാൻ വേണ്ടിയാണ് അവൻ അവന്റെ വീട്ടിൽ മനഃപൂർവ്വം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെങ്കിലോ? വീണുപോയപ്പോ ഒരു കൈ തന്ന് എനിക്ക് നല്ല വഴി കാണിച്ചെന്നത് ഏട്ടത്തിയാ. ആരെ എതിർക്കേണ്ടി വന്നാലും ഞാൻ ഏട്ടത്തിക്കൊപ്പം നിൽക്കൂ. അതെന്റെ കടമയാ. ഇപ്പൊ ഈ സംശയം മാഡത്തിനും തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പോഴും അവനെ സംശയിക്കാൻ എനിക്ക് തോന്നുന്നില്ല മൂർത്തി. ഞാൻ കല്യാണം കഴിച്ച ആ വീട്ടിൽ വന്നപ്പോൾ മുതൽ അറിയാവുന്നതാ അവന്റെ സ്വഭാവം. പല ഘട്ടങ്ങളിലും അവൻ എന്നോട് ശത്രുതയോട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേർക്ക് നേരെ പരസ്യമായിട്ടായിരുന്നു. മൂർത്തി പറഞ്ഞതുപോലുള്ള പ്ലാനും പദ്ധതിയും അവന്റെ തലയിൽ വരില്ല. ആ കൂട്ടത്തിൽ പണത്തിനോട് ആർത്തിയുള്ളത് അവന് മാത്രമാ. ഞാൻ അവനെ കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിൽ നിയമിക്കാന്ന് പറഞ്ഞത് അവന് വലിയ സന്തോഷമായിരുന്നു. ആ പ്രതീക്ഷ മനസ്സിലുള്ളിടത്തോളം അവൻ എന്നെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ മാറി നിൽക്കില്ല. ഇത് മറ്റാരുടെയോ ഗെയിമാണ്. നമ്മുടെ നീക്കങ്ങൾക്കിടയിൽ നമ്മൾ അറിയാതെ മറ്റൊരു ശത്രു നുഴഞ്ഞു കയറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും? എന്തായാലും സച്ചിയല്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ആരായിരുന്നു അത്? അതറിയില്ല. പക്ഷേ അയാള് വിളിച്ചത് ഒരു സന്ദേശം നൽകാനായിരുന്നു. അല്ല, എന്ത് സന്ദേശം? എനിക്കെതിരെ ചിലർ പുതിയ പടയൊരുക്കം നടത്തുന്നു. ആര്? എവിടെ നിന്നായിരുന്നു ആ കോൾ വന്നത്? ആ നമ്പർ പരിശോധിച്ചില്ലേ? പരിശോധിച്ചു. അതൊരു ഇന്റർനെറ്റ് കോളായിരുന്നു. എവിടെ നിന്നാ കോൾ വന്നതെന്ന് വ്യക്തമല്ല. പക്ഷെ അതൊരു മുന്നറിയിപ്പാണ്. പുതിയൊരു ശത്രു വരാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പ്. ആരായിരിക്കും വരാൻ പോകുന്ന ആ പുതിയ ശത്രു? ഇനി അയാളാണോ സന്ദീപിനെ കൊണ്ട് ഒളിപ്പിച്ചത്? അതാരായിരിക്കുന്നതിനെ കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? പിന്നിട്ട വഴികളിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചോര വീണ് പോയിട്ടുണ്ട്. ആ ചോരയിൽ എവിടെന്നെങ്കിലും കുരുത്തു വന്നതായിരിക്കും ഈ പുതിയ ശത്രു. അതാരായാലും നേരിടാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് സന്ദീപിനെ എനിക്ക് കിട്ടിയേ പറ്റൂ.